ഞാനിപ്പോൾ ഈ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുന്നതും എൻ്റെ ഒരു കൊളീഗിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കൊളീഗ്സ് മാത്രമേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലെന്ന്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ ആക്ച്വലി ഈ വർഷത്തെ എല്ലാവരുടെയും കഴിഞ്ഞു. ഞാൻ ഈ പരിപാടിയിലൊക്കെ വീണ്ടും ഇറങ്ങിയതിന് ശേഷം എനിക്ക് അപ്പോൾ എൻ്റെ കൊളീഗ്സിൻ്റെ ബർത്ത്ഡേസ് മാത്രമേ വരുന്നുള്ളൂ. സാരല്ല, ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസ് അടുത്ത കൊളീഗ്സ് ഫ്രണ്ട്സും ആണേ. അല്ലാണ്ട് വർക്ക് സ്പേസിന് അപ്പുറത്തേക്കുള്ള ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസ് ഉടനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ്സ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, വളരെയധികം ഡോഗ് ലവറായിട്ടുള്ള ഞാനൊരു ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ഇൻ്റലക്ച്വൽ വേയിൽ ഭയങ്കര ആരാധനയോട് കാണുന്ന വർക്ക് സ്പേസിലെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മൾ പല ടൈപ്പ് മനുഷ്യന്മാരെ കാണാറുണ്ട്. ഒരുപാട് അറിവുണ്ടായിട്ട് അതിനൊത്തു തന്നെ അഹങ്കാരം കാണിച്ച് നടക്കുന്നവർ. ഒന്നും അറിയില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി അഹങ്കാരം കാണിച്ചു നടക്കുന്ന മനുഷ്യർ. എല്ലാം കഴിഞ്ഞിട്ടൊരു വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരുപാട് അറിവുണ്ടാവും, ഭയങ്കര ഒരു നോളജ് ഹബ്ബായിരിക്കും, ഭയങ്കര വിവരമുള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷെ അതിൻ്റെ അഹങ്കാരമോ ഒന്നും തന്നെ കാണിക്കാണ്ട് ഈ എളിമ, വിനയം, കൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ഡെഫിനേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ട്. അതുപോലൊരാളാണ് ഈ പറയുന്ന വ്യക്തി. നമ്മളിപ്പോൾ വർക്ക് സ്പേസിൽ ആർക്കെന്ത് സഹായം ആയിക്കോട്ടെ, ഏത് രീതിയിലും ഭയങ്കര ഒരു കെയറിങ് ആയിട്ട് എല്ലാവരെ പറ്റി അന്വേഷിച്ച്, എല്ലാവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച്, വർക്ക് റിലേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് നമുക്ക് അറിവ് പകർന്നു തന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ആക്ച്വലി നമ്മൾ പോലും അർഹിക്കാത്ത മെൻറ്റേഴ്സാണ്. നമ്മളൊരിക്കലും വി ഡോണ്ട് ഡിസേർവ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ആക്ച്വലി അത്രയും വാല്യുബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത് കണ്ടു. ഞാൻ പുള്ളിനെ വരയ്ക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ മുടിയൊക്കെ വരച്ച് വന്നപ്പോൾ ഏകദേശം കറക്റ്റ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് എപ്പോഴും ആരെ വരയ്ക്കുമ്പോൾ ഈ ചുണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എൻ്റെ മൊത്തം കുളമാക്കുന്നത്. ഇത് കണ്ടോ, ഇതെന്താ ഇങ്ങനെ തരാമെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ ഇത് പുള്ളിയുടെ കുറച്ച് ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ എഴുതിയിട്ട്, പുള്ളിക്കാതൊന്നും ഇഷ്ടമല്ല, ബട്ട് എങ്കിലും അങ്ങനെ എഴുതി, ചെറിയൊരു നോട്ടൊക്കെ എഴുതി. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പുള്ളിയുടെ പേരിൻ്റെ ആക്ച്വലി ഓരോ മീനിങ്ങും കറക്റ്റ് ക്യാരക്ടർ ട്രെയ്റ്റ്സിന് ഈക്വലാണ്. ഇതാണ് ഫൈനൽ അൺബോക്സിങ് വീഡിയോ. ഞാനൊരു സിംഗിൾ പേജറാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ എങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചെയ്തത്. പുള്ളിയൊരു ഡോഗ് ലവറാണ്. അതുകൊണ്ട് തന്നെ ഡോഗ്സ് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പോലെ ആക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ?